ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായി കതിരൂരിലെ സൂര്യനാരായണ ക്ഷേത്രക്കുളം പൊതുക്കുളമായി ഉപയോഗിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നീന്തൽ പരിശീലനത്തിന്റെ മറവിൽ ഇതര മതസ്ഥർ ആചാരമര്യാദകൾ പാലിക്കാതെ ഉപയോഗിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത്. ഇത്തരം നടപടികൾ അംഗീകരിക്കാനാകില്ലെന്ന് കാട്ടി ഹിന്ദു ഐക്യവേദി പരാതി നൽകി. വിവരങ്ങളുമായി മിഥുൻ പിള്ളയാണ് ചേരുന്നത്. മിഥുൻ, എന്താണ് ഈ ക്ഷേത്രക്കുളവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന പരാതികൾ? ഗൗതം, ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷേത്രക്കുളം. മാത്രമല്ല, കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട ആറാട്ടടക്കം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രക്കുളം. മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ മുഖ്യ പൂജാരി അടക്കം രാവിലെ ശുദ്ധി കർമ്മങ്ങൾക്കായി വരുന്നതും ഈ ഒരു കുളത്തിലേക്കാണ്. അത്തരമൊരു കുളമാണ് ഇത്തരത്തിൽ ഈ ഒരു പൊതുകുളമായി ആളുകൾ ഉപയോഗിച്ച് വരുന്നത്. അവിടെ ഒരു അക്വാട്ടിക് ക്ലബ്ബുണ്ട്. ആ അക്വാട്ടിക് ക്ലബ്ബിന് വളരെ നീന്തൽ പരിശീലനം എന്ന പേരിലാണ് വ്യാപകമായി കുളത്തിലേക്ക് ആളുകൾ എത്തുകയും അവിടെ ഏറെ നേരം കളിച്ച് തിമിർക്കുകയും ചെയ്തൊരു സാഹചര്യമുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. കാരണം ഇതൊരു സ്വാഭാവികമായി നമുക്കറിയാം, ഈ ക്ഷേത്രവും ക്ഷേത്രക്കുളവും ഒക്കെ തന്നെ പരിപാവനമായ രീതിയിൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ആ ക്ഷേത്ര ഭരണസമിതി CPM-ന്റെ ഭരണസമിതിയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു ക്ഷേത്രത്തെ ഒരു പൊതുവൽക്കരിക്കുന്ന അല്ലെങ്കിൽ ക്ഷേത്രക്കുളത്തെ ഒരു പരിപാവനമായി സംരക്ഷിക്കപ്പെടേണ്ട ഒന്നിനെ അതൊരു പൊതുവൽക്കരിച്ച് ഇതര മതസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തി നിരന്തരം കുളിക്കുകയും മറ്റും ചെയ്തത് ക്ഷേത്ര ആചാരങ്ങളെ ലംഘിക്കുന്നൊരു പ്രവൃത്തിയാണെന്നൊരു വിമർശനമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. കാരണം സ്വാഭാവികമായിട്ട് നമുക്ക് ഇതര മതസ്ഥരെ കുറ്റപ്പെടുത്താനാകില്ല. കാരണം അവർ ഈ ക്ഷേത്രത്തെക്കുറിച്ചോ ക്ഷേത്ര ആചാരങ്ങളെ സംബന്ധിച്ചോ വലിയ ധാരണയുള്ള ആളുകളായിരിക്കില്ല. അവർ സ്വാഭാവികമായി നീന്തൽ പരിശീലനം എന്ന് പറയുമ്പോൾ ആ നീന്തൽ പരിശീലനത്തിനായി കുളത്തിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവരവിടെ ഒന്ന് സ്വാഭാവികമായി നീന്തൽ പരിശീലനം നടത്തുന്നതായിരിക്കാം. പക്ഷേ ഇതിൻ്റെ സംഘാടകരാണ് ഇതിനെ സംബന്ധിച്ച് കൃത്യമായി മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ ഈ പ്രതിക്കൂട്ടിലായിട്ടുള്ളത്. കാരണം അവരാണ് ഇത്തരത്തിൽ നാട്ടിലെ മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി ഇത്തരം ഒരു പരിപാടി അവിടെ സംഘടിപ്പിക്കുന്നത്. അതിനെതിരെയാണ് ഈ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. കാരണം ഇത് ഒരു പൊതുകുളമല്ല, ക്ഷേത്രവും ക്ഷേത്രക്കുളവും ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല എന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു പരിപാടി അംഗീകരിച്ചു കൊടുക്കാനാകില്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഗൗതം.